നമസ്കാരം. ഇന്ന് കുബേര പൂജയെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ കുബേരൻ എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാമല്ലോ, ധനധാന്യ സമ്പൽ സമൃദ്ധി തരുവാൻ കഴിവുള്ള ഒരാളാണ് കുബേരൻ. അദ്ദേഹത്തിന് ധനവും ധാന്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് തരാനേ പറ്റൂ. ശത്രു സംഹാരത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് കഴിവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നമ്മളൊരു കുബേര പൂജ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എനിക്ക് സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കുബേര പൂജ ചെയ്യേണ്ടത്. പല ആൾക്കാരും വന്നിട്ട് തെറ്റായിട്ടുള്ള ധാരണയിൽ അത് ചെയ്യുന്നുണ്ട്. തെറ്റാണ്. പക്ഷേ ലാഫിംഗ് ബുദ്ധ അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന രണ്ട് പ്രതിഷ്ഠയുണ്ട്, കുബേരനും ഉണ്ട്, ലാഫിംഗ് ബുദ്ധയുണ്ട്. ഈ ലാഫിംഗ് ബുദ്ധയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം വേണോ അദ്ദേഹത്തോട് ചോദിക്കാം. എന്ത് കാര്യം വേണോ അദ്ദേഹത്തോട് നമുക്ക് പറയാം. ആ പറയുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് അദ്ദേഹം നമുക്ക് തരും. സാധാരണ ഏകദേശം 6 വർഷം കൊണ്ട് സൂര്യദേവമഠ കുബേര ആശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ നടത്താറുണ്ട്. എല്ലാ ശനിയാഴ്ചയും. ആ കുബേര പൂജയിൽ 7 കുബേര പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ അനുഭവം നമുക്കുണ്ട്. നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിതിനകത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള രീതിയുണ്ട്. അതാണ് ഏറ്റവും പവർഫുൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് കുബേര പൂജ ചെയ്യേണ്ടത്. അതെപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് കുബേര പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മീഡിയേറ്ററായിട്ട് ഞാൻ നിന്നുകൊണ്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞേക്കാളും നിങ്ങൾക്ക് ഡയറക്റ്റ് ഭഗവാനോട് പറയുവാൻ കിട്ടുന്ന അവസരമാണ് ഏറ്റവും പവർഫുൾ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ ചെന്ന് ഒരു അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേരുന്നാൾ എഴുതി കൊടുക്കും അല്ലേ? ആ അമ്പലത്തിനകത്ത് എന്ത് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. അദ്ദേഹം അർച്ചന ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ എന്താണ് ചെയ്തിട്ടെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് അർച്ചന ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായാലോ, നിങ്ങൾ എന്ത് ചെയ്യും? ആത്മാർത്ഥമായിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടി ആ അർച്ചന നിങ്ങൾ ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പൂജ ചെയ്യുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പൂജയാണ് കുബേര പൂജ. എല്ലാ ശനിയാഴ്ചയും നമ്മൾ നടത്തുന്നുണ്ട്. ഈ കുബേര പൂജ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണയം ഉപയോഗിച്ചാണ്. കുബേരൻ്റെ എന്ന് വെച്ചാൽ നമുക്കിപ്പം ലാഫിംഗ് ബുദ്ധയും സാധാ കുബേരനെയും നമ്മൾ കുബേരൻ എന്നാണ് പറയുന്നത്. ലാഫിംഗ് ബുദ്ധ പൂജ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നാണയം ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ ആ പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ അതൊന്ന് ശ്രദ്ധിക്കണം. നാണയം ഉപയോഗിച്ച് പൂജ ചെയ്യുന്ന വെച്ചാൽ ഓരോ നാണയം എടുത്ത് പൊക്കി നമ്മളെ ഒരു പ്ലേറ്റ് ആയിരിക്കും, സ്റ്റീൽ പ്ലേറ്റ് ആയിരിക്കും തരുന്നത്. ആ പൊക്കി വെച്ചുകൊണ്ട് ആ പ്ലേറ്റിലിടുമ്പം ശബ്ദം കേൾക്കും. ഓരോ നാണയമായിട്ട് കൊണ്ടാണ് നമ്മൾ ആ പൂജ ചെയ്യേണ്ടത്. വളരെ 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 പവർഫുള്ളാണ് ഈ കുബേര പൂജ. ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും നമുക്ക് കുബേര പൂജ ചെയ്യുന്നുണ്ട്. അതിനോട് തന്നെ ലാഫിംഗ് ബുദ്ധയുടെ പൂജയും നമ്മൾ ചെയ്യുന്നുണ്ട്. ലാഫിംഗ് ബുദ്ധയുടെ ജപാല ജലേന്ദ്രിയെ സ്വഹ എന്നാണ് ലാഫിംഗ് ബുദ്ധയുടെ മന്ത്രം. ആ ലാഫിംഗ് ബുദ്ധയുടെ പൂജയും നമ്മൾ വളരെ പവർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അതിനകത്ത് മന്ത്രങ്ങളൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും അപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്കൊരു ലാഫിംഗ് ബുദ്ധയുടെ നമ്മൾ പൂജിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, മീൻസ് എനിക്കൊരു വീട് വയ്ക്കണമെന്നാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു വീട് വെച്ച് തരണേ ഭഗവാനെ ഒന്നും ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കത് നെഗറ്റീവാണ്. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്കൊരു വീട് വയ്ക്കാൻ കഴിയുമെന്ന്. അതിന് വീട് വെച്ച് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ളൊരു ഇതാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ പോസിറ്റീവായി മാറും. കാരണം എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ, അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു വീട് വയ്ക്കുവാൻ എനിക്ക് സാധിക്കും, അതിനങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏത് പ്രാർത്ഥനയും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കിപ്പം ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നേ പ്രാർത്ഥിക്കാവൂ. നമുക്ക് ഏത് രീതിയിലും നമുക്ക് പ്രാർത്ഥിക്കുന്ന രീതിക്ക് ആ ഒരു ചേഞ്ച്. നാളെ മുതൽ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ, എനിക്കൊരു വീട് വെച്ച് തരണേ ഭഗവാനെ, എൻ്റെ അസുഖം മാറ്റി തരണേ ഭഗവാനെ. ഒന്നും പ്രാർത്ഥിക്കരുത്. അസുഖം എന്ന് പറയുന്ന വാക്ക് പോലും നെഗറ്റീവാണ്. നമുക്ക് എണീക്കാൻ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഈ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ ചില കുബേര പൂജയിൽ ഒരു ഉച്ചയ്ക്ക് 11 മണിക്കാണ് കുബേര അഭിജിത്തിലാണ് സമർപ്പിക്കുന്നത്. 11 മണിക്ക് കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്നത് മെഡിറ്റേഷനാണ്, പ്രാണായാമ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഒരു എന്താ പറയുക, ഇടപിംഗള നാഡികളെ ഫിൽട്ടർ ചെയ്യാനുള്ള പ്രാണായാമമുണ്ട്. അത് കഴിഞ്ഞാൽ പൂജയുണ്ട്. പൂജ കഴിഞ്ഞാൽ അർച്ചനയുണ്ട്. അർച്ചന കഴിഞ്ഞാൽ തീറ്റ ലെവൽ ബ്രീത്തിങ് ആണ്. ആ ബ്രീത്തിങ് എന്ന് പറയുന്നത് കുബേര മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കും.
കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ വളരെ 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 പവർഫുള്ളായിട്ട് നമുക്ക് തന്നെ ചേഞ്ച് ഉണ്ടാകുന്ന നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. 7 ശനിയാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കുബേരപൂജ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ വളരെ പവർഫുള്ളാണ് 7 കുബേരപൂജ. അതിൻ്റെ സുഖം തുടങ്ങി. കാരണം വെച്ചാൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പുറകെ വന്നിരുന്ന് വിളിക്കാറുണ്ട് അതിന്. കാരണം എന്തോ അങ്ങനെ ആയിരിക്കാം. അപ്പം നമുക്കൊരു 7 കുബേരപൂജയാണ് നമ്മളതിന് ചെയ്യേണ്ടത്. 7 കുബേരപൂജ ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുബേരപൂജ ചെയ്തിട്ട് വീട്ടിൽ പോയല്ല ചെയ്യേണ്ടത്. എല്ലാ 21 ദിവസത്തിലൊരിക്കൽ നമ്മളിവിടെ വന്നിട്ട് ആ കുബേരപൂജയിൽ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ 2ാമത്തെ ശനിയാഴ്ചയുള്ള ദിവസം വന്ന് ആ കുബേരപൂജയിൽ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഈ പൂജയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം.